ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ സോഷ്യോളജി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന 10 ഗുണങ്ങൾ. ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട് സോഷ്യോളജി. എല്ലാ ഓപ്ഷൻസിനും അതിൻ്റെതായ ബെനിഫിറ്റ്സുകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ സോഷ്യോളജി ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഒരു ഓപ്ഷനും കൂടിയാണ്. അതിൻ്റെ ഒരു 10ഓളം ബെനിഫിറ്റ്സുകളാണ് സോഷ്യോളജി ഓപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന, ഏത് ഓപ്ഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് ഏത് സബ്ജക്റ്റിലും കൂടുതൽ നോളജ് ഇല്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അല്ലെങ്കിൽ പഠിച്ചു വന്ന സബ്ജക്റ്റുകൾ അതല്ല, അത്തരത്തിലൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, എങ്ങനെ പഠിക്കണം തുടർന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള വീഡിയോസിലായിട്ട് എങ്ങനെ അതിൻ്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഗുണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ സോഷ്യോളജി എന്നുള്ള പേര് കേട്ടതുപോലെ തന്നെ സോഷ്യോളജിയിൽ പഠിക്കുന്നത് സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സൊസൈറ്റിയിൽ കണ്ടംപററി ആയിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളും അതല്ലാത്ത സൊസൈറ്റിയെക്കുറിച്ചുള്ള മുമ്പുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ വിശദമായിട്ട് പഠിക്കും അല്ലേ. അപ്പോൾ ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ലേക്ക് പോകുന്ന ആളുകൾ, സിവിൽ സർവീസിലേക്ക് പോകുന്ന ആളുകൾ, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി പോകുന്നു. ആ സൊസൈറ്റിയെ സേവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് സമൂഹത്തെക്കുറിച്ച്, ഇപ്പോൾ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച്, മറ്റുള്ള സൊസൈറ്റിയുടെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഭരണത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ ഗവേണൻസിൽ, സോഷ്യൽ സർവീസിൽ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആണ് പറയാൻ പറ്റുക സിവിൽ സർവീസ് മേഖലയിലേക്ക് പോകുമ്പോൾ. ഓക്കെ, അത് ഓവറോൾ നമുക്കിട്ട ഗുണമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന് മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള കണക്ഷനാണ്. നമുക്കറിയാം GS സബ്ജക്റ്റുകൾ, ജനറൽ സ്റ്റഡീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിനെ എത്രത്തോളം നമ്മുടെ ഓപ്ഷൻ നമ്മൾക്ക് ബെനിഫിഷ്യൽ ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരു ഓപ്ഷന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ ഏതിനെയും കൂടെയും ഗുണം ചെയ്യുന്നുണ്ട്, നമ്മുടെ സബ്ജക്റ്റുകളെയും. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് GS1 ഇത് കണക്റ്റഡ് ആണ്. സൊസൈറ്റി മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് GS1 പഠിക്കാനുള്ളത്. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് GS2 പൊളിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ, പൊളിറ്റി ആൻഡ് ഗവേണൻസ് പ്ലസ് സോഷ്യൽ ജസ്റ്റിസ് പോലത്തെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ, സോഷ്യോളജിയിൽ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് GS2 വരുന്നത്. GS3 കണക്ഷൻ ഉണ്ടെങ്കിൽ കൂടിയും കുറച്ച് കുറവാണ്. പിന്നെ GS4 മറ്റൊരു കണക്ഷൻ വരുന്നത്. എത്തിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും തിങ്കേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് പല ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് ഗുണം ചെയ്യും. ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്ന 4മത്താണ് essay പേപ്പറാണ്. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എസ്സേസ് ഒരുപാട് വരുന്നുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വേ ഓഫ് റൈറ്റിങ്ങിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല ഡയമെൻഷൻസും അതിൽ ടച്ച് ചെയ്തുകൊണ്ടുള്ള റൈറ്റിംഗ് കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിൽ പഠിക്കുമ്പോൾ ആ സ്വാഭാവികമായിട്ട് നമ്മുടെ essay ഒരുപാട് ബെനിഫിഷ്യൽ ആണെന്നുള്ളതാണ്. അപ്പം GS1, 2, 4 essay പേപ്പറിന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഗുണം നിങ്ങൾ സോഷ്യോളജി എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. സോഷ്യോളജി ഓൾറെഡി എടുത്ത ആളുകളുടെ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഇവിടെ അറിയിക്കാം. നിങ്ങളുടെ മറ്റുള്ള ഇത് കൂടാതെ ഞാൻ പറയുന്ന 10 ബെനിഫിറ്റ്സുകൾ കൂടാതെ ഒരുപാട് ഗുണങ്ങൾ ഇനിയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അതാണ് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർവ്യൂ സ്റ്റേജിലാണ്. നമുക്കറിയാം സ്വാഭാവികമായിട്ട് നിങ്ങൾ സൊസൈറ്റി എടുത്തു പോകുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ കൂടിയും അതല്ലാത്ത കൂടിയും സമകാലികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയുമായിട്ട് രാജ്യവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കാറുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് ഏത് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യോളജി എന്നുള്ളത്. കാരണം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട്, സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് കണ്ടംപററി ഉണ്ടാകുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സ്വാഭാവികം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം കൊറോണ നമ്മൾ സൊസൈറ്റിയെ ഏതൊക്കെ ആംഗിളിൽ ബാധിച്ചു എന്നുള്ള സോഷ്യോളജി ഓപ്ഷനായിട്ട് എടുക്കുന്ന ആളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഏത് സോഷ്യോളജി ഓപ്ഷനായിട്ട് മാറുന്നത്. അതുകൂടാതെ മറ്റുള്ള ആംഗിളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, ഏത് ഇൻ്റർവ്യൂ സ്റ്റേജിൽ. ഇതാണ് എന്ത് ചെയ്യുന്നത്, 4മത്തെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. 5മത്തെ ബെനിഫിറ്റിലേക്ക് പോവാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സോഷ്യോളജി ഓപ്ഷൻ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വീക്ക് മുതൽ. അതിൻ്റെ ഒരു ആദ്യം ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. 30,000 രൂപ വരുന്ന ഫീസ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് ഒരു 9,999 രൂപക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ് ആണ്, സൂം ക്ലാസ് ആണ്, ലൈവ്. അതിൻ്റെ തന്നെ റെക്കോർഡിങ്സും അവൈലബിൾ ആണ്. അതിന് അൺലിമിറ്റഡ് വാലിഡിറ്റിയോട് കൂടി റെക്കോർഡിങ്സ് തരുന്നുണ്ട്, മെറ്റീരിയൽസ് തരുന്നുണ്ട്, ടെസ്റ്റ് സീരീസ് അടക്കമാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി
ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ആൻസർ റൈറ്റിംഗ് ഡെയിലി വീക്ക്ലി ആൻസർ റൈറ്റിംഗ് ഉണ്ടാവും. അത് കൂടാതെ ക്ലാസ് കഴിഞ്ഞാലുള്ള ടെസ്റ്റ് സീരീസും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓപ്ഷൻ സബ്ജക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. സോഷ്യോളജി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ക്ലാസ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻ്റർവ്യൂ സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യുന്നത് ഗുണം ചെയ്യുന്നത് നാലാമത്തെ ഓപ്ഷൻ, നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് അതിൻ്റെ സിലബസ്. ഓക്കെ, വളരെ ചെറുതായിട്ട് മറ്റുള്ള വലിയ വലിയ ഇപ്പോൾ ഹിസ്റ്ററി, പൊളിറ്റി, എക്കോണമി ഇങ്ങനത്തെ സബ്ജക്റ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പം അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സിലബസാണ്. നമുക്ക് കുറഞ്ഞ ഒരു 3 മാസം ഒക്കെ പ്രിപ്പറേഷനെ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന സിലബസേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം പഠിക്കാൻ കുറച്ചുള്ളൂ എന്നല്ല, സിലബസ് ചെറുതാണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും പഠനമൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് പഠിക്കാനുണ്ട്. ഏത് സബ്ജക്റ്റ് എടുത്താലും പഠിക്കണമല്ലോ. അതിൻ്റെ മറ്റൊരു ഗുണമാണ്, അഞ്ചാമത്തെ ബെനിഫിറ്റ് ആയിട്ട് പറയാൻ പറ്റും. ആറാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിസോഴ്സസ് ആൻഡ് നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും നോട്ട്സും അവൈലബിൾ ആണോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഓപ്ഷൻസ് സോഷ്യോളജി എടുക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, തടസ്സമില്ലാതെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കണ്ടെത്താൻ പറ്റുന്ന, ക്ലാസ്സുകൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സോഷ്യോളജി എന്നുള്ളത്. എവിടെയും കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും അതുപോലെ തന്നെ ഓൺലൈൻ യൂട്യൂബ് ചാനലുകളായാലും മറ്റുള്ള ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ മെറ്റീരിയലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ അവൈലബിൾ ആണ്. നല്ല ഗൈഡൻസും അവൈലബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും, ആറാമത്തെ ബെനിഫിറ്റ്. അപ്പോൾ റിസോഴ്സിനും ഗൈഡൻസിനോ മെറ്റീരിയൽസിനോ ക്ലാസ്സിനോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ബുദ്ധിമുട്ടും നേരിടുന്നില്ല. എല്ലായിടത്തും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ക്ലാസ്സുകൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. എല്ലായിടത്തും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അതാണ് ആറാമത്തെ ഗുണം. ഏഴാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സക്സസ് റേറ്റ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് പല ആളുകളും എടുക്കുന്നുണ്ട്. സോഷ്യോളജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സോഷ്യോളജി. ഏറ്റവും ആളുകൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 സ്ഥാനത്തൊക്കെ എപ്പോഴും വരുന്ന ഒരു ഓപ്ഷനാണ്. അങ്ങനെ വരുന്നു എന്ന് മാത്രമല്ല, അത്ര ആളുകൾ എടുത്തിട്ട് പോലും അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 10% കൂടുതലൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അഥവാ അത്ര ആളുകൾ എടുത്തിട്ട് പോലും സർവീസിൽ കിട്ടുന്ന ആളുകൾക്ക് നോക്കുകയാണെങ്കിൽ സോഷ്യോളജി എടുത്ത ആളുകൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട് അതിലുണ്ടാവാറുണ്ട്. അപ്പോൾ 100 ആളുകളോളം എന്ത് ചെയ്യാറുണ്ട് സോഷ്യോളജി എടുത്ത ബന്ധപ്പെട്ട് 1000 ആൾ പങ്കെടുക്കുന്നതിൽ കാണാറുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വരെ എന്ത് ചെയ്യാറുണ്ടാവാറുണ്ട്. സക്സസ് റേറ്റ് വളരെ കൂടുതലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എല്ലാ വർഷവും ഓരോ ഓപ്ഷൻ്റെ ട്രെൻഡ് മാറി മറിഞ്ഞ് വരാറുണ്ടെങ്കിൽ കൂടിയും നോർമലി എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സോഷ്യോളജി എടുത്തിട്ട് സർവീസിൽ കയറുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ബെനിഫിറ്റ്. മറ്റൊന്ന് പറയുന്നത് അതിൻ്റെ മാർക്കാണ്, സ്കോർ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സക്സസ് റേറ്റിൽ തന്നെ പറയാൻ പറ്റുന്ന പറയുന്നത് ഏത് വർഷവും നിങ്ങൾ ടോപ്പ് 10 ആളുകൾ എടുത്ത് നോക്ക്, അതിൽ 1, 2 ആളുകളുടെ ഓപ്ഷൻ സോഷ്യോളജി ആയിരിക്കും. അപ്പം ടോപ്പേഴ്സ് വരെ എത്തുന്ന അത്രയും മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യോളജിയിലൂടെ നേടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കാണ്. നമുക്ക് മാർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്കോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ് സോഷ്യോളജി. ഒരു അത്യാവശ്യം നിങ്ങൾ ഡീസൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു 260 മാർക്ക് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും 500 നേടാൻ പറ്റും. നന്നായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് 300 വരെയും 300-അധികവും 310 വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ സ്കോർ സോഷ്യോളജിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട്. നമുക്ക് അതിൽ നല്ല സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ്. ഓക്കെ, നമുക്കത് 7ാമത്തെ ബെനിഫിറ്റ് ആയിട്ട് പറയാൻ പറ്റും. 8ാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റുള്ള നിങ്ങളിപ്പോൾ ഓപ്ഷൻ എടുക്കാൻ പോകുന്ന ആൾ പലപ്പോഴും നേരിടുന്നൊരു ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇന്ന ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അല്ലെങ്കിൽ ഞാൻ സയൻസ് മേഖലയിൽ നിന്ന് വരുന്നത്. ഇതിന് ഒരു പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല എന്നാണ്. നമുക്കിപ്പം സോഷ്യോളജി പഠിച്ച ആളുകളോ പഠിക്കാത്ത ആളുകളോ ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാരണം ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് സോഷ്യോളജി എന്നുള്ളതാണ്. സൊസൈറ്റിയുമായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിന് മുന്നേ തന്നെ കണക്ഷൻ വരുന്നതായിരിക്കും സൊസൈറ്റി എന്നുള്ളത്. ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് കുടുംബവുമായി ബന്ധപ്പെട്ടും ഫാമിലി, റിലീജിയൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാക്കി അറിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് തന്നെ പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് സൊസൈറ്റിയിൽ സോഷ്യോളജിയിൽ ഡിഗ്രിയോ PGയോ ഒന്നും ഇതിന് ആവശ്യമില്ല എന്നുള്ളതാണ്. അതും കൂടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഗുണം ചെയ്യും. പക്ഷെ അതിൻ്റെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആവശ്യമില്ല. ഏത് ബാക്ക്ഗ്രൗണ്ടുള്ള സയൻസ് മേഖല, മെഡിക്കൽ മേഖല, എഞ്ചിനീയറിംഗ് മേഖല, ഏത് മേഖലയിലുള്ള ആളുകൾക്കും എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ കൂടിയാണ് ഏത് സോഷ്യോളജി എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ബെനിഫിറ്റ് ആയിട്ട് വരാൻ വരുന്നത്. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ റെലവൻസ് കുറച്ച് ഇതിലുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ നന്നായിട്ട് ഓപ്ഷൻ നോക്കുന്ന ഒരാൾ കറണ്ട് അഫയേഴ്സ് നല്ല ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും കണ്ടെത്താനും പഠിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മറ്റുള്ള സബ്ജക്റ്റിൽ പഠനത്തിന് എന്ത് ചെയ്യുന്നുണ്ട് ഗുണം ചെയ്യുന്നതാണ്. കറണ്ട് അഫയേഴ്സിന് നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾ ഇതിൽ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ റെഗുലറായിട്ട് പത്രം വായിക്കുകയും നോട്ട് ചെയ്യുകയും അതുമായി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതും അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ പത്രം വായന കറണ്ട് അഫയേഴ്സിൽ നോളജ് കൂടാനും അത് മറ്റുള്ള സബ്ജക്ട്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബെനിഫിഷ്യൽ ആയിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇതാണ് നമുക്ക് 10 ബെനിഫിറ്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഒറ്റ ബെനിഫിറ്റ് കൂടി 10ാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഒരുവിധം ഓപ്ഷൻസിലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും
ഓരോ വർഷവും നിങ്ങൾ ഇപ്പോൾ ഈ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം ചോദിച്ച അതേ കണ്ടന്റ് മറ്റൊരു രീതിയിൽ ഈ വർഷം ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ വർഷവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് സോഷ്യോളജിയിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് നിർബന്ധമായിട്ട് ഈ വർഷം ചോദിച്ച കാര്യങ്ങൾ അടുത്ത വർഷം ചോദിക്കും നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെച്ച് അതിൻ്റെ ആൻസർ വരെ നമ്മൾ ഫ്രെയിം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ജസ്റ്റ് എക്സാമിന് ഇപ്പോൾ റിപ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റിംഗ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ കാണാറുണ്ട്. ഇത്തരത്തിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾക്കും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ചെറിയ സിലബസ് ആണ്, സ്കോറിംഗ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ടോപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സക്സസ് റേറ്റ് കൂടുതലുള്ള ഒരു സബ്ജക്റ്റ് ആണ്. മെറ്റീരിയൽസ് വളരെ ഈസി ആയിട്ട് മെറ്റീരിയൽസും ക്ലാസ്സും ഗൈഡൻസും എല്ലാം നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. മറ്റുള്ള കറണ്ട് സബ്ജക്ട്സുമായിട്ടുള്ള തന്നെ കണക്ഷൻസ് എന്ന് പറയുന്നത് GS SA പേപ്പർ, എത്തിക്സ് പേപ്പർ, GS 1, 2 പേപ്പറിലേക്കൊക്കെ നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പേപ്പറാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റാണ്. കറണ്ട് അഫയേഴ്സുമായിട്ടുള്ള തന്നെ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള എല്ലാ മേഖലയിലും കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനും അത് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗവേണൻസിലേക്ക് എത്താൻ പോകുന്ന ആൾ, അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലേക്ക് എത്താൻ പോകുന്ന ആൾ, സൊസൈറ്റിയെ കുറിച്ചുള്ള ധാരണ പല നിലക്കും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം ഘട്ടത്തിലായാലും അത് കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തിലായാലും എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ഒരുപാട് സൊസൈറ്റിയെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള ഈ നോളജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് സോഷ്യോളജിയുടെ ഒരുപാട് ഗുണങ്ങളിൽ ഒരു 10 ഗുണങ്ങളാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അത് നിങ്ങൾ അറിയുന്ന ആളുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിലേറെ നന്നായിട്ട് തോന്നിയ ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ, മറ്റുള്ളവർക്ക് സോഷ്യോളജി ഓപ്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യണം, വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറോട് കൂടി 30,000 രൂപ വരുന്ന പ്രോഗ്രാം 9,999 രൂപയ്ക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതിന് ആദ്യം ചേരുന്ന 10 പേർക്കാണുള്ളത്. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇനി സോഷ്യോളജി ഏതൊക്കെ മെറ്റീരിയൽസ് പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അതിൽ, അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് എങ്ങനെയാണ്, അതിൽ വരുന്ന റിസോഴ്സ് ഏതൊക്കെയാണ് തുടങ്ങിയ എങ്ങനെ അത് പഠിക്കണം, സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത വീഡിയോകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ഏത് ഓപ്ഷൻ എടുക്കണമെന്ന് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു മെൻറ്ററിങ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇവളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഓപ്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും അതിലേക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഇവളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൗൺസിലിംഗ് സെഷൻ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മറ്റുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും മറ്റൊരു